ഹലോ ഗായ്സ്, നിങ്ങളെല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിന്ന് ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്കിലോട്ട് പോവുകയാണ്. ഞങ്ങൾ നല്ല റോഡ് കൂടെ പോകുന്നത്. നല്ല കുണ്ടുള്ള റോഡാണ്. നമ്മുടെ അഡ്വഞ്ചറാണ് ശരിക്കും ചെയ്യുന്നത്, വണ്ടി ഓടിക്കല്ല. അഡ്വഞ്ചറസ് സാഹസികമായാണ് റോഡ് കൂടെ ഓടിക്കുന്നത്. നല്ല കുണ്ടും കുഴിയുള്ള റോഡായതുകൊണ്ട് നേരെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അടുത്തൊരു ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് ഈ റോഡിൽ കൂടെ പോണത്. ഞങ്ങൾക്ക് ഈ റോഡ് അറിയാനില്ല, ഞങ്ങൾ ചോദിച്ചിട്ടാണ് പോണത്. ഞങ്ങൾ ശരിക്കും പോണ റോഡിൽ ഇപ്പൊ പണി നടക്കുക, അതിന് പകരം ഈ റോഡ് നടന്നിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വ്ലോഗ് ഫോറെവർ. ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി കണ്ടന്റ് വന്നിട്ടുള്ളത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഡിസംബറിലുള്ള ക്രിസ്മസ് വെക്കേഷനിൽ കുറേ വർഷങ്ങളായി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളൊന്ന് ചില്ലാൻ വേണ്ടിയിട്ട് ബാപ്പുജി പാർക്കിലോട്ട് വന്നിരിക്കുന്നു. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് നല്ല സിമ്പിളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബാപ്പുജി പാർക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കമന്റ് ചെയ്യാൻ മറക്കല്ലേന്നോ? അവർക്കൊരു കാർ വേണമെങ്കിൽ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അവർക്കൊരു കണ്ടന്റ് വേണ്ടാന്നിരിക്കട്ടെ, അപ്പൊ എന്ത് ചെയ്യും? ഒന്നും ഇടില്ലേ? ഓക്കെ, സോ ഇത് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്തായാലും വീഡിയോ എടുക്കല്ലോ, ചോദിക്കട്ടെ. ജിക്കെടാ നോർമൽ ക്വസ്റ്റ്യൻസ് ശരിയാവണില്ലേ? നമ്മളങ്ങനെ വലിയ എഡിറ്ററോ വലിയ സെലിബ്രിറ്റീസോ വലിയ ഇതൊന്നും അല്ലല്ലോ. നമുക്ക് അറിയണ പോലെ എടുക്കത്തോ ഇടുക. യെസ്, ഓഫ് കോഴ്സ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലിക്ക് ചെയ്യാൻ വയ്യ. ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താവണം എന്നാണ് ആഗ്രഹം? സയൻറ്റിസ്റ്റ്. വൈ? റീസൺ? സയൻസ് ഇഷ്ടമായ സയൻറ്റിസ്റ്റ് ആകാൻ പറ്റുമോ? ഓക്കെ, സയന്റിസ്റ്റ് ആയിട്ട് നീ എന്തെന്നാ കണ്ടുപിടിക്കാൻ പോണ? എന്നാലും ഒരു റൂബിയ ഷെഫാ. ബിക്കോസ് ഉണ്ടാക്കുക, കഴിക്കുക, ഉണ്ടാക്കുക, വീട്ടിൽ കൊണ്ട് വെറൈറ്റി ടൈപ്പ് ചെയ്യേ. എന്താ പൊന്നെ പറയണ? IT കമ്പനി കുക്കിംഗ് ആണോ? കീബോർഡ് ഡിലീറ്റ്. ശരി. പിന്നെ ഞാൻ ഇതുവരെ ആരും ഉണ്ടാക്കാത്തൊന്നല്ല. ഈ ക്യാമറ നോക്കി പറയോ? ഉണ്ടാക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്താ നോക്കുക. ഷെഫ് ആയില്ലെങ്കിൽ എന്താ ഒരു ബിസിനസ്സിന് വല്ല കഥ അല്ലെങ്കിൽ മൂവി ആക്ടർ ആവും. കഥ മൂവി ആക്ടറോ? കഥ നാടകമൊക്കെ ഉണ്ടാക്കിയിട്ട് നാടിലെ കഥ ആയിരിക്കും. ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അവരുടെ നല്ല സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഒന്നുമില്ലേ? ഓക്കെ, ഇപ്പം നിങ്ങളുടെ വീഡിയോസ് കാണുന്ന പല കുറേ ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പം ചിലപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് 1-2 പേരൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുക. പക്ഷേ ഇൻ ഫ്യൂച്ചർ ആഫ്റ്റർ 10 years മേ ബി കുറേ കുട്ടി ഫ്രണ്ട്സ് കണ്ടുവന്നിരിക്കട്ടെ. അപ്പം അവരോട് നിങ്ങൾക്ക് എന്താ പറയാ? അപ്പം നമ്മുടെ ബാബുജി പാർക്കിൽ കയറാൻ ഒരാൾക്ക് 20 രൂപയാണ്. പക്ഷേ ഉള്ളിൽ ഓരോരോ കളികൾക്കും സെപ്പറേറ്റ് പൈസ കൊടുക്കണം. മാത്രമല്ല, ഞങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളികളൊക്കെ ഫ്രീ ആണ്. ഇതിലുള്ള കളികളൊക്കെ എക്സസൈസ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. നല്ല രസമുണ്ട് കളിക്കാൻ. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല രസമാണ്. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് നോക്കണേ, നല്ല രസമാണ് ഇവിടെ കളിക്കാൻ. മണ്ണാർക്കാടിലുള്ള ശ്രീകൃഷ്ണപുരത്തിലെ ഷെഡുംകുന്നിലാണ് ഈ ഒരു പാർക്കുള്ളത്. മണ്ണാർക്കാട് വഴി ആരെങ്കിലും ഇത് കൂടെ പോകുന്നുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് കളിക്കണേ, അടിപൊളിയാണ്.
സനി സായൊക്കെ ഉണ്ടായിരുന്നു. അവളെ അവൻ ചെയ്യട്ടെ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ കേക്ക് കിട്ടി. ഈ ഏട്ടന് നല്ല ആരോഗ്യവും ആയുസ്സൊക്കെ ഉള്ള ജീവിതം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നെന്താ കുറച്ച് നേരം ചെയ്യറിച്ചു. എന്താ ഇരിക്കണേന് മുന്നേ മതിയാണ് നമുക്ക്. ഒരു ഹായ് തരാമോ? അപ്പൊ ഞാനിങ്ങനെ എടുക്കേ. ഒന്ന് ഇരിക്കി നോക്കട്ടെ. രണ്ട് സൈഡ് കാലിട്ടിരിക്കേ. രണ്ട് സൈഡ് കാലിട്ടിരിക്കേ. അവനവിടെ റൂബി അപ്പുറത്തേക്ക് തന്നെ ഇരിക്കേണ്ടതേ. പറക്കുന്ന വണ്ടി പറവുണ്ട്. മൊത്തം ഊഞ്ഞാലാണ്. അതിനുള്ള മൃഗത്തിന് വേണ്ടി സവാരിയാണ്. ഞാൻ വരുത്തുന്നത് നമ്മൾ ഇന്ന് പലതരത്തിലുള്ള ഊഞ്ഞാലിലാണ് കേസ്.
ചോദിക്കുക. വെക്കേഷനിൽ നിങ്ങൾ എന്തിനാണ് പോയതൊക്കെ കമന്റ് ചെയ്യട്ടോ. ആസ്വദിക്കാൻ അറിയണല്ലോ. നിങ്ങൾ വെക്കേഷനിൽ എവിടെയെങ്കിലൊക്കെ പോയോ? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഒന്ന് അറിയട്ടെ. പോയിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളെല്ലാരും ഒന്ന് അറിയട്ടെ. ഇതന്നെ പവളും ചോദിച്ചാൽ വേറൊന്നും ചോദിക്കാൻ. സസി ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു നായ കണ്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഹലോ. റൂബിയുടെ പവർ കേട്ടോ. റിച്ചു മാറ്. ഇതാണ് പുഷപ്പിന്റെ ഒരു തീരാൻ തീരുന്നു. നോക്ക്. തൊട്ടപ്പുറത്തെ ഷോപ്പിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. കോപ്പറേറ്റ് വരുന്നാ തോന്നുന്നു. ഞാൻ മ്യൂട്ടാക്കുകയാണേ. ഇവിടെ അമ്മ ഏട്ടന് മാച്ചാണ്. അമ്മയുടെ മുഖത്തിലെ സന്തോഷം കണ്ട മനസ്സിലായി അമ്മ ഈ മാച്ചിൽ തോക്കുന്നു. ആ മാച്ചിൽ അങ്ങനെ അമ്മ ജയിച്ചിരിക്കുന്നു. ദി വിന്നർ ഈസ് അമ്മ. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് വാട്ടർ റൈഡാണ് പോകുന്നത്. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ പാർക്കിൽ നിൽക്കുന്നത്. നമുക്ക് കളികളൊക്കെ ഒന്ന് കാണാം. കളികൾ കാണേ. എന്ത് കളി മോളാ? ഇവിടുത്തെ ചില റൈഡുകളൊന്നും വർക്കാവണില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച ചില റൈഡുകളിൽ കയറാനും പറ്റിയില്ല. അടുത്ത പ്രാവശ്യം ഇത് നേരാവുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് വാട്ടർ റൈഡിൽ അടിച്ചു പൊളിക്കാം.
ടിക്കറ്റ് താങ്ക് യു ചേച്ചി. അവനൊന്നിനോണ്ട് നീ നീങ്ങുന്നുണ്ട്. എവിടെ പോയി? പറയാം. യുദ്ധം തള്ളിക്കോ.
ഇവിടെ അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം കളിക്കാൻ പറ്റി. ഈ വണ്ടിയിൽ കഴിഞ്ഞ് മതിയായപ്പോൾ ഞങ്ങൾ വേറെ വണ്ടിക്ക് ഷിഫ്റ്റായി. അതിനുള്ള പ്ലാനിങ് അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇത് കളിച്ചപ്പോൾ ഞങ്ങൾ വളരെ ടയർഡാണ്. ഞങ്ങൾക്ക് ഈ പാർക്കിലെ വേറെ വിശേഷങ്ങളൊക്കെ നോക്കാം. ഇതിന്റെ സൈസ് 12 അടി 13 10 അടി. മീഡിയം കോൺക്രീറ്റ് ആണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. 2016 ഈ ശില്പം ഉണ്ടാക്കിയിട്ടുള്ളത്. വണ്ടിയോ കുറച്ച് ക്ലിപ്സ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. മാത്രമല്ല ഈ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. സംഭവം രസം കേട്ടാ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചുള്ള വല്ല കമന്റോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കമന്റിൽ ഒന്ന് നല്ലപോലെ ടൈപ്പ് ചെയ്തിട്ടോ. ഞങ്ങൾക്ക് വേണ്ട പുതിയ പുതിയ കണ്ടന്റ്സ് ഒക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അതൊന്ന് സജസ്റ്റ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ഇപ്രാവശ്യത്തെ പുലിക്കൂടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കളിയുടെ ധൃതിയിൽ ഇതൊന്നും ഞങ്ങൾ കണ്ടില്ല.
തിരിച്ചു വന്നപ്പോഴാണ് ഇത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് തന്നെ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ. ഇത് അടിപൊളിയാണ്. ഇനി നമുക്ക് ബാബുജി പാർക്കിന്റെ പുറത്തുള്ള വിശേഷങ്ങൾ നോക്കിയാലോ. അത് വേറെ ലെവലാണ്. ഈ ചിൽഡ്രൻസ് പാർക്ക് തൊട്ട് മുന്നിലാണ് ഈ കഫേ ഉള്ളത്. ഇവിടുത്തെ പുറത്ത് നല്ല ടേസ്റ്റുകളാണ്. ഇവിടെ കുറെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ബദാം മിൽക്ക് ചായ നല്ല ടേസ്റ്റുകളാണ്. ഇപ്പൊ ഞങ്ങൾ കുടിക്കുന്നത് ബദാം മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞങ്ങൾക്കൊന്നും പറയാനില്ല, എന്നെയും കുടിച്ചു. ഇവിടുത്തെ സാധനങ്ങളൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ കട കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാപ്പുജി പാർക്ക് തിരിച്ചു വരുന്ന എല്ലാവരും ഈ കടയിലൊന്നും കയറി നോക്കാം. ക്രിസ്മസ് ആയതുകൊണ്ട് ഡെക്കറേറ്റ് ആയിട്ട് സ്റ്റാർ അങ്ങനെ കുറെ ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ ചായയും കടിയും നല്ല ടേസ്റ്റാണ്. വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ വളരെ ഫ്രഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് മെയിൻ റോഡിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഈ പാർക്കിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. ഇവിടെ വിശക്കാണേലും കഴിക്കാൻ കുറേ ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പം ഞങ്ങളിവിടുത്തെ ദം ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ കുറേ സ്നാക്സ് കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു. ഇനി ബിരിയാണി വീട്ടിൽ പോയി കഴിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കൂട്ടത്തിൽ അച്ചമ്മയ്ക്ക് കൂടി കൊണ്ടുപോകാൻ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സ്നാക്സേ ഉള്ളൂ. വൈകുന്നേരങ്ങളിൽ ഇവിടെ കുറേ സ്നാക്സ് ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. ഇപ്പം കളിയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബദാം മിൽക്ക് ഷേക്ക് കുടിച്ചു. ഷേക്കൊന്നുമില്ല, അത് വെറും മിൽക്ക് കുടിച്ചു. ഇനി ഞങ്ങൾ ദം ബിരിയാണി കൂടി കഴിക്കാൻ പോകുന്നു. സമയം 12 മണി. അവനായി ദം ബിരിയാണി കൂടി ആകുമ്പോൾ വളരെ നല്ല. ഇങ്ങനെയൊക്കെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരും. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നൈറ്റ് വ്യൂ കാണിക്കാം കേട്ടോ. അപ്പം ശരി, ബൈ. ഇതാണ് പഴനാച്ചിൽ. നല്ല ഹെൽത്തി ഫുഡാണ്. കാരണം ഇതിൻ്റെ തേങ്ങയും നെയ്യും കാഷ്നട്ടും അങ്ങനെ കുറേ ഉണ്ട്. ഇതുപോലെ കുറേ എണ്ണക്കടികളും ഈ ഷോക്കേസിൽ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ ചൂടോടെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇത് കുറേ സാധനങ്ങളുണ്ടാവും. കോഴിമുട്ട ഫ്രൈ, താറാമുട്ട ഫ്രൈ, കാടമുട്ട ഫ്രൈ അങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് കഴിച്ചു നോക്കണേ. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഒക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകണം. ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. നീല ബോർഡുണ്ട്. ഷെഡും ഒന്ന് കൂട്ടിലൊക്കെ നേരെ മോനെ റോഡ് എടുക്കാം. ഈ ഭാഗത്തുള്ള ഫ്രണ്ട് റോഡ്
തിരിച്ചു പോയിരുന്ന വഴിയിലായിരുന്നു ഞങ്ങൾ നല്ല പുഴ ഉണ്ടത്. പുഴയിലിറങ്ങാൻ ഞങ്ങൾക്ക് നല്ല കൊതിയായി. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി. അപ്പോൾ നമുക്ക് ആ പുഴയൊന്ന് കാണാം. റിച്ചു പാൻറ് കുരുമുളക് അഡ്വഞ്ചറസ് ആണ് വിടണ്ട കേട്ടോ. ഇങ്ങോട്ട് നോക്കറിച്ചോ. അങ്ങനെ ഞങ്ങൾ പാർക്കിലും പുഴയിലൊക്കെ പോയി കളിച്ച് ആസ്വദിച്ചു. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗായ്സ്. ബൈ ബൈ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം നമുക്ക്. അപ്പോൾ ഈ വർഷം അവസാനിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ഫോർ യു ഓൾ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞോ? ഒരു ബൈ തരുമോ? ദിസ് ബൈ. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നതാണ്. എന്തിന്? അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബൈ. അത് മതി. ആ പറ ഒന്നുകൂടെ. ഇത് എഡിറ്റ് ചെയ്തൊരു പണിയാന്ന് തോന്നുന്നു. ഒന്നുകൂടെ ലാസ്റ്റ്. ബൈ. സീ യു സൂൺ. മേഡം